യൂട്യൂബ് ചാനൽ ഋഷി ബ്ലോഗിന്റെ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ഡ്രാഗൺ ബീഫ്. കുക്കിംഗ് വീഡിയോ ആണ്. ആദ്യം തന്നെ നമുക്ക് ഡ്രാഗൺ ബീഫിനെ കാണാം. ലെറ്റ്സ് ഗോ. നമ്മളെ കുക്കിംഗ് വീഡിയോയിലോട്ട് കടക്കാം. അങ്ങനെ നമ്മളെ സാധനം ഇവിടെ റെഡിയായി വന്നു. ഡ്രാഗൺ ബീഫ് ഫ്രൈ ആണ് ഇപ്പോൾ ഉള്ളത്. ഗൈസ്, ഇതാണ് നമ്മൾ ആദ്യം വേവിക്കണം. വേവിക്കാൻ നമ്മൾ വറ്റിക്കുകയാണ് ഗൈസ്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ കൈയിട്ട് നല്ല വൃത്തിയ ബീഫ് കഴുകണം. വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഗൈസ്, അപ്പൊ അച്ഛൻ അരിയാണ് ഗൈസ്. ഞാൻ അരിയെന്ന് കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉള്ളി സെറ്റ് ചെയ്യാൻ. നമ്മളത് കുറച്ച് വലുതായത് നമ്മൾ 3 എടുത്തോളൂ. പിന്നെ ഒരു ക്യാപ്സിക്കം, മല്ലിയില. ഗൈസ്, ഇതേപോലെയാണ് അരിയേണ്ടത്. ഈ അളവിന് തീരെ ചെറുതാക്കണ്ട. ഈ അളവ് ഉള്ളതിൽ നല്ല ഉള്ളി ചെയ്യണതായിരിക്കും നല്ലത് ഗൈസ്. ചീത്ത ഉള്ളി എടുക്കുന്നത് കുറയ്ക്കണം ഗൈസ്. ഇഞ്ചി അരിയുമ്പോൾ നീളത്തി അരിയണം. കുറച്ച് നീളം കൂടി ഇഞ്ചി എടുത്താലും കുഴപ്പമില്ല. മീൻസ് മീഡിയം സൈസ്. ഇപ്പൊ നമ്മളെടുത്ത സൈസിലുള്ള ഇഞ്ചി എടുത്താൽ മതി ഗൈസ്. ഇഞ്ചി അങ്ങനെ അരിഞ്ഞ് തീരാറായി. 2 ഇഞ്ച് നമ്മൾ എടുത്തെടുക്കുന്നു. നിങ്ങൾ എരിവനുസരിച്ചിട്ട് നിങ്ങൾക്കും എടുക്കാം. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. നല്ല രസമാണ്, നല്ല ടേസ്റ്റ് ആണിത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് സാധാരണ ക്യാപ്സിക്കം ഗൈസ്. നമ്മൾ അങ്ങനെ ക്യാപ്സിക്കം അരിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഒറ്റൊരോട്ടത്തിൽ തറയെ വീണ് നമ്മളങ്ങനെ എടുത്തു. ക്യാപ്സിക്കം ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അച്ഛാ, നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യൂലേ? അങ്ങനെ കട്ട് ചെയ്യൂലേ? നമ്മളിന്ന് ചൈനീസ് ആണ് ഉണ്ടാക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചൈനീസ് അല്ല ഉണ്ടാക്കിയത് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഈ പ്രാവശ്യം തൊട്ടാണ് വീഡിയോ എടുക്കാൻ വന്നത് ഗൈസ്. ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ഉണ്ടാക്കണം ഗൈസ്. നമ്മൾ ഇത്ര അരിഞ്ഞിട്ടുണ്ട്. പകുതി ക്യാപ്സിക്കം അരിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച്. ഇനി മല്ലിയില വേണം. നല്ല നീളത്തിൽ വെട്ടാം. ഒരു കാര്യം പറയട്ടെ ഗൈസ്, മല്ലിയില നിങ്ങൾ വാങ്ങിയപ്പോ ഫ്രഷ് മല്ലിയില വാങ്ങിയാൽ നോക്കണം. പിന്നെ കുറച്ച് വേണമെങ്കിൽ ഹലോ ഗൈസ്, നമ്മളെ ഇഞ്ചക്ഷൻ കുക്കറിനകത്ത് നിന്ന് പുക വരെയാണ് ഗൈസ്. ഞാൻ പുക വരെ കാണിച്ചത്. ഈ അവസ്ഥയായി. വെറും മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട സാധനം ഇങ്ങനെ ഇരിക്കണം നോക്കണം ഗൈസ്. നല്ല വൃത്തി എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അത് നേരത്തെ കാണാൻ കുറച്ച് ചെറുതായി തോന്നുന്നു ഗൈസ്. അത് ഇട്ടപ്പം അല്ലേ? അച്ഛ അങ്ങനെ ഒരു പീസ് വെട്ടി നോക്കി. ക്യാമറ കാണിക്കാൻ പറ്റിയില്ല. തണുത്താ നോക്കാം. അങ്ങനെ നമ്മൾ വെട്ടയാണ് ഗൈസ്. നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് പാടാണ് വെട്ടണത്. നീളമുള്ള പീസുകളായിട്ടാണ് അടിക്കേണ്ടത്. ബീഫ് ഡ്രാഗൺ ഫ്രൈ ഗൈസ്. ഒരു വായി വരാത്ത പേരായിരുന്നു. ഇതാണ് എൻ്റെ അവസ്ഥ ഗൈസ്. കണ്ടോ ഗൈസ്? ഇതാ നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരും ഇതൊരു ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. ഇനി നമുക്ക് പെരട്ടുന്നത് കാണാം ഗൈസ്. അങ്ങനെ എൻ്റെ അച്ഛൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല രസമുണ്ട് ഇട കാണാൻ. ഇനി ഇത്ര ഇടമുണ്ട്. മുളക് പൊടി വേണം. അടുത്ത് കുറച്ചും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഗൈസ്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി മതി ഗൈസ്. പിന്നെ ഒരു നാരങ്ങ വേണം. ഇനി കുറച്ച് ചുക്ക് പൊടിയും കൂടെ വേണം. പോവുകയാണ് ഗൈസ്. അങ്ങനെ ചുക്ക് പൊടി ഇട്ടു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗൈസ്. നാരങ്ങ എന്തിനാണ് ചോദിക്കണത് ഗൈസ്? അങ്ങനെ നാരങ്ങ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഒരു നാരങ്ങയാണ് ഇതിലേക്ക് എടുക്കണത്.
ഒരു നാരങ്ങ, ചെറിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഒന്നെടുത്ത്. വലിയൊരു അര മതിയാവും. വീണുണ്ടോ ഗൈസ്? നന്നായിട്ട് ഇളകി കൊടുക്കണം ഗൈസ്. മസാല പിടിച്ച് ഒരു 10 മിനിറ്റ് വെക്കണം ഗൈസ്. എനിക്ക് അഡ്ജസ്റ്റ് ആയിട്ടുള്ള എരിവാണ് കേട്ടോ. നിങ്ങളെ എരിവ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. എരിവ് ഭയങ്കര കുറവായിരിക്കണം. 3/4 സ്പൂൺ ഉപ്പ് ഗൈസ്. ചൈനീസ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇന്ന് പറയാം ഗൈസ്. ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. അങ്ങനെ ആ ചോറുന്ന പീസ് വരുത്തി ഇടണം. വാല് വരിച്ചിടാൻ പറ്റൂല ഗൈസ്. കുറേ പാടാണ് ഇതുണ്ടാക്കാൻ. നമ്മൾ അന്ന് ഉണ്ടാക്കിയത് കുറച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂല ഗൈസ്. ഇതൊരു 10 മിനിറ്റ് പൊരിക്കണം. ഇത്രയും ഇനിയുണ്ട്. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ വീഡിയോ ഉണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓവറായിട്ട് പൊരിക്കാൻ പാടില്ല, എന്നാൽ ഒരു ടേസ്റ്റ് പോവും. നല്ല എണ്ണ വരും. നിങ്ങൾ പറ്റണ അത്ര അരിച്ചെടുക്കണം എണ്ണ. ഒരിൻ്റെ സൈസ് വരുന്നത് ഈ അളവിന് പൊരിക്കുമ്പോൾ നമ്മൾ എടുക്കണം. നമ്മളെ പാനിൽ നിന്ന് കോരണം, വയ്ക്കാൻ പറ്റണം. പിന്നെ ഇത് കോരണ സമയത്ത് തീ ലോയിലിട്ടേ കോരാവുള്ളൂ. കുറച്ച് വലിയ പാനിൽ തന്നെ ചെയ്യണം ഗൈസ്. നിങ്ങളിത് ഉറപ്പായിട്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം ഗൈസ്. തന്നെ കുറച്ച് ഇഞ്ചി ചേർക്കണം ഗൈസ്. കാണിച്ചു തരാം അച്ഛ എടുക്കുന്നത് ഗൈസ്. കണ്ടോ ഗൈസ്, ഇഞ്ചി ചേർക്കണം. ഇഞ്ചി നല്ല വൃത്തിയ. രണ്ടാമത് ക്യാപ്സിക്കം ഉള്ളി ഇട്ടോണ്ടിരിക്കുന്ന. അങ്ങനെ അച്ഛൻ കിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഓഫ് ചെയ്യും വരെ കിണ്ടിക്കൊണ്ടിരിക്കണം. ഇപ്പം നീയത്തി ഇട്ടിട്ട് ചെയ്തോ ഗൈസ്. ഇട്ടിട്ട് നല്ല വൃത്തി വരട്ടണം. ഉപ്പ് 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ. അച്ഛൻ കാണിച്ചു തരും ഏതവസ്ഥയിലാണ്. ഒന്ന് എടുത്ത് കാണിക്കുമോ? പച്ചനിറം വാടുന്ന രീതിയിൽ ഇടാൻ പാടുള്ളൂ ഗൈസ്. അങ്ങനെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബീഫ് മൊത്തമായിട്ട് എടുത്ത് ഒറ്റൊരു ഇടക്കം ഗൈസ്. അങ്ങനെ ഇട്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കിനി സോയ സോസും പിന്നെ നമ്മളെ ടൊമാറ്റോ സോസും. അങ്ങനെ സോയ സോസ് ഒഴിക്കാൻ പോവുകയാണ്. 1 സ്പൂൺ സോയ സോസ് ആണ് നമ്മൾ എടുത്തത്. 2 സ്പൂൺ സോയ സോസ്, പിന്നെ ഒരു ടൊമാറ്റോ സോസ് 2 സ്പൂൺ. ടൊമാറ്റോ സോസ് 3 സ്പൂൺ ആയാലും ഇടാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 2 സ്പൂൺ ടൊമാറ്റോ സോസ് ആണ്. മതിയായിരിക്കും ഗൈസ്. ഗൈസ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഒരു ഫുഡ് എപ്പം തീരാറായി ഗൈസ്. ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കണം. എൻ്റെ അച്ഛൻ മാസ്റ്റർ ഷെഫിനെ പോലെയാണ് ഉണ്ടാക്കുന്നത് ഗൈസ്. ലാസ്റ്റ് മല്ലിയില ഇടണം. നല്ലൊരു കളർ, നല്ല ഫ്രഷ് മല്ലിയിലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ല നല്ല ഫ്രഷ് മല്ലിയില എടുക്കണമെന്ന്. ഗ്യാസ് ഓഫ് ചെയ്യുന്ന ശേഷം ഒന്ന് നല്ല വൃത്തിയെ വരട്ടി കൊടുക്കണം മല്ലിയില. ഈ അവസ്ഥയിൽ വരട്ട. അവള് ഓവറായിട്ട് കഴിക്കാൻ പാടില്ല ഗൈസ്. ഇട്ട് തുടങ്ങി. ഡ്രാഗൺ ബീഫ് റെഡി ആയിട്ടുണ്ട്. രാവിലെ തൊട്ട് കഷ്ടപ്പാടിൻ്റെത് നമ്മൾ ഇന്ന് ഉച്ചയായപ്പോൾ തീർന്നൊരു ഗൈസ്. നമ്മളങ്ങനെ ഒരു ചെറിയ പീസ് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഡ്രാഗൺ ബീഫ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. സൂപ്പർ ഗൈസ്. അഞ്ചാറ് ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കണം. ബൈ.